അത്തം നക്ഷത്രം. നക്ഷത്രക്രമത്തിൽ 13ാം സ്ഥാനമാണ് അത്തം നക്ഷത്രത്തിന് കൽപ്പിച്ചിരിക്കുന്നത്. എല്ലായ്പ്പോഴും ഉന്മേഷവാന്മാരായിരിക്കുന്ന അത്തം നക്ഷത്രക്കാർ പൊതുവെ ഒരേ സമയം ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുന്നവരായിരിക്കും. അധ്വാനശീലരായ ഇവർ മെല്ലെ മെല്ലെ എല്ലാ ഉദ്ദേശങ്ങളും സാധിച്ചെടുക്കും. പൊതുവെ ശാന്ത സ്വഭാവികളായ അത്തം നക്ഷത്രക്കാരുടെ ചിരിക്ക് ആരെയും വശീകരിക്കാനുമുള്ള ഒരു കഴിവും ഉണ്ടായിരിക്കും. നൈസർഗികമായ ഇവരുടെ ശാന്തതയും മന്ദസ്മിത ഭംഗിയാർന്ന മുഖഭാവവും ഉള്ളതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അടുത്ത് പരിചയപ്പെടുന്ന ആർക്കും ഇവരെ അത്ര പെട്ടെന്ന് വേർപെടുവാനോ മറക്കുവാനോ കഴിയാത്തത്. പൊതുജനങ്ങളുടെ വിശ്വാസവും ആദരവും സമ്പാദിക്കുന്നതിന് മറ്റുള്ളവരെക്കാൾ കൂടുതൽ കഴിവ് അത്തം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് പ്രത്യേകമായി ഉണ്ടായിരിക്കും. നിഷ്കളങ്ക ഹൃദയരായ ഇവർ കഴിയുന്നതും മറ്റുള്ളവരെ സഹായിക്കണം എന്നല്ലാതെ ആർക്കും ഉപദ്രവം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. ആരെയും ചതിക്കാനും ഇവർ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ മിക്കപ്പോഴും ഇവരുടെ കളങ്കമറ്റ സഹായമോ സേവനമോ ചെന്നെത്തുന്ന സ്ഥലത്ത് നിന്നും ഇവർക്ക് കിട്ടുന്ന പ്രതിഫലം ശത്രുതയും പ്രതികാരവും ആയിരിക്കും. ശരീരത്തിന്റെ മാർദ്ദവവും കുലീനത വിളിച്ചറിയിക്കുന്ന അനുവർത്തനങ്ങളും ഇവരുടെ പ്രത്യേകതകളാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ആഡംബരത്തിൽ അത്ര ഇഷ്ടമുള്ളവരായിരിക്കില്ലെങ്കിലും ശുചിത്വം പാലിക്കുന്നതിലും പരിസരം വൃത്തിയാക്കുന്നതിലും ഇവർക്ക് വലിയ നിഷ്കർഷയും ഉണ്ടായിരിക്കും. എന്ന് മാത്രമല്ല വീട്ടിലെ മറ്റ് ആളുകളെ ഇക്കാര്യത്തിൽ ഇവർ കുറ്റപ്പെടുത്തിക്കൊണ്ടും ഇരിക്കും. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർ വിദ്യാഭ്യാസം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടിയും വളരെ അറിവും ലോകപരിചയവും ഉള്ളവരായിരിക്കും. കുഴപ്പം പിടിച്ച കാര്യങ്ങളിൽ മധ്യസ്ഥത വഹിക്കാനും ഉപദേശം കൊടുക്കുവാനും ഇവർക്ക് നല്ല ചാതുര്യവും കഴിവും ഉണ്ടായിരിക്കും. പക്ഷേ പല വിധത്തിലുള്ള ഭാരങ്ങളുടെ ചുമതലകളും വഹിച്ചുകൊണ്ടേ ഇവർക്ക് എപ്പോഴും മുന്നോട്ടു പോകുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർക്ക് തങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള സാമ്പത്തിക പുരോഗതി ഒരുപക്ഷെ ഉണ്ടാവുകയില്ല. പ്രവൃത്തി രംഗങ്ങളിൽ ഇവർ വളരെ കണിശക്കാരായിരിക്കും. പ്രവർത്തന രംഗങ്ങളിൽ ഇവർക്കുള്ള സാമർഥ്യവും അനാദൃശ്യമായിരിക്കും. എങ്കിലും ഇവർക്ക് പല പ്രവർത്തന മാർഗങ്ങളും അവലംബിക്കേണ്ടതായും വന്നേക്കും. ഉദ്യോഗ ജീവിതം ഇവർക്ക് തീരെ പൊരുത്തപ്പെടാത്തതാണ്. പക്ഷേ അധികാരമുള്ള സ്ഥാനങ്ങളിൽ പ്രവേശിച്ചാൽ ഇവരതിൽ വളരെ ശോഭിക്കുക തന്നെ ചെയ്യും. അത്തം നക്ഷത്രക്കാർ പരോപദ്രവം ചെയ്യാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വൈരാഗ്യബുദ്ധിയും നിർബന്ധശീലവും ഇവർക്ക് ഒട്ടും കുറവും ആയിരിക്കില്ല. അത്തം നക്ഷത്രക്കാരുടെ ജീവിതം പൊതുവെ ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും. ചില കാര്യങ്ങളിൽ വലിയ സാമ്പത്തിക നേട്ടങ്ങളും ഉയർച്ചയും സ്ഥാനമാനങ്ങളും ഉണ്ടാകും. മറ്റൊരു ഘട്ടത്തിൽ ഇവയെല്ലാം കൈവിട്ടുപോയെന്നും വന്നേക്കും. വീണ്ടും ഇതേ അനുഭവങ്ങൾ തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒന്നുകൊണ്ടും ഇളകാത്ത മനസ്സ് ഇവർക്കുള്ളതിനാൽ എല്ലാ പ്രതിസന്ധികളെയും ഇവർ അതിജീവിക്കും. എന്ത് ബുദ്ധിമുട്ടുകളുണ്ടായാലും സന്തോഷപൂർവ്വം അത് സഹിക്കാനുള്ള സന്നദ്ധതയും ഇവർ പ്രകടിപ്പിക്കാറുണ്ട്. അത്തം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കും ഈ ഫലങ്ങളിൽ ഭൂരിഭാഗവും അനുഭവമാകും. ഇവരുടെ കണ്ണുകൾക്ക് ഒരു പ്രത്യേക ആകർഷണീയതയും ഉണ്ടായിരിക്കും. പൊതുവെ മാർദ്ദവ ശരീരികളായ ഇവർക്ക് അഴകും ശരീരപുഷ്ടിയും ഉണ്ടായിരിക്കും. കുടുംബ ഭരണത്തിലും ഔദ്യോഗിക ജീവിതത്തിലും ഇവർ വളരെയധികം ശോഭിക്കും. ക്ഷമയും സദാചാരബോധവും കുലീനത്വവും ഈ നക്ഷത്രക്കാരായ സ്ത്രീകളിൽ പ്രകാശിച്ചു കാണുന്നു. അത്തം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഏതാണ്ട് 12 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയമാണ്. 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം ഗുണദോഷ മിശ്രമായിരിക്കുന്ന കാലഘട്ടമാണ്. ഈ സമയത്തിൽ പലവിധത്തിലുള്ള പരിവർത്തനങ്ങൾ ഇവർക്കുണ്ടാകും. 30 വയസ്സ് മുതൽ 46 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം വളരെ അഭിവൃദ്ധിപ്രദമായ കാലഘട്ടമാണ്. തൊഴിൽപരമായും കുടുംബപരമായും എല്ലാം തന്നെ നല്ല രീതിയിലുള്ള മുന്നേറ്റം ഈ സമയത്തിൽ ഉണ്ടാകും. ശരിക്കു പറഞ്ഞാൽ ജീവിതത്തിലെ സുവർണ കാലഘട്ടമായിരിക്കും ഈ സമയം. യഥായോഗ്യം ശ്രദ്ധയോടുകൂടി ഈ സമയത്തെ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ഉയർന്ന നിലയിലുള്ള നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ്. 46 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം ഗുണദോഷ മിശ്രമായിരിക്കുന്ന കാലഘട്ടമാണ്. ആരോഗ്യ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഈ സമയത്തിൽ ഉണ്ടാകാമെങ്കിലും ഭൂമി ലാഭവും വാഹനാദി അഭിവൃദ്ധിയും ഈ സമയത്തിൽ അനുഭവമാകും. 65 വയസ്സിന് ശേഷവും ഗുണപ്രദമായ ഫലങ്ങളുണ്ടാകും. പൊതു കാര്യങ്ങളിൽ ഏർപ്പെട്ട് പദവിയും അംഗീകാരങ്ങളും ലഭിക്കാനും ഈ സമയത്തിൽ കൂടുതൽ സാധ്യതയും കാണുന്നുണ്ട്. അത്തം നക്ഷത്രക്കാർക്ക് പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങൾ ചോതി, അനിഷം, മൂലം എന്നീ നക്ഷത്രങ്ങളും മേടം രാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങളായ അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രങ്ങളും പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുമായി ആശയവിനിമയം നടത്തുന്നതും കൂട്ടു ബിസിനസ്സിൽ ഏർപ്പെടുന്നതും ദോഷത്തിൽ കലാശിക്കുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ഇവർക്ക് രാഹുവിൻ്റെയും ശനിയുടെയും കേതുവിൻ്റെയും ദശാകാലം പൊതുവെ ദോഷപ്രദമായിരിക്കുന്ന സമയമായതിനാൽ ഈ സമയത്തിൽ വിധിപ്രകാരമുള്ള പരിഹാരക്രമങ്ങൾ അനുഷ്ഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അത്തം, രോഹിണി, തിരുവോണം എന്നീ ജന്മാനുജന്മ നക്ഷത്രങ്ങൾ ക്ഷേത്രദർശനം, മറ്റു പൂജാതി കർമ്മങ്ങൾ എന്നിവയ്ക്ക് ഉത്തമമാണ്.
ചന്ദ്രപ്രീതികരങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും ദുർഗാദേവിയെ ഭജിക്കുന്നതും നല്ലതാണ്. ജാതകത്തിൽ ചന്ദ്രന് പക്ഷബലമില്ലെങ്കിൽ ഭദ്രകാളിയെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അത്തം നക്ഷത്രവും തിങ്കളാഴ്ചയും ചേർന്നു വരുന്ന ദിവസങ്ങളിൽ സവിശേഷ പ്രാധാന്യത്തോടുകൂടി വ്രതജപാദികൾ നടത്താവുന്നതാണ്. രാശിയുടെ അധിപനായ ബുധനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളായ ശ്രീകൃഷ്ണ ഭജനം, ഭാഗവത പാരായണം തുടങ്ങിയവയും ചെയ്യാവുന്നതാണ്. അത്തം നക്ഷത്രത്തിന്റെ ജന്മവൃക്ഷം അമ്പഴമാണ്. മഹിഷമാണ് മൃഗം. കാക്ക പക്ഷി, സ്ത്രീ യോനി, ദേവഗണം, സൂര്യനാണ് താരദേവത. അത്തം നക്ഷത്രജാതരായിരിക്കുന്ന വ്യക്തികൾക്ക് അനുയോജ്യമായ നിറം വെള്ളയും പച്ചയുമാണ്. അനുയോജ്യമായ രത്നം മുത്താണ്. ജാതക വിശകലനത്തിന് ശേഷം മാത്രം ഭാഗ്യരത്ന നിർണയം നടത്തുക.